നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 5-ാമത്തെ ചാപ്റ്ററിലെ 16-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1-ാമത്തെ ശ്ലോകം: അഥ ഹോവാച ബുഡിലമാശ്വരാശ്വിം വയ്യാഘ്രപദ്യം കം ത്വമാത്മാനുപാസ ഇത്യയ ഏവം ഭഗവോ രാജന്നിതി ഹോവാചൈഷ രായേരാത്മാ വൈശ്വാനരോ യം ത്വമാത്മാനുപാസേ തസ്മാത് ത്വം രായിമാൻ പുഷ്ടിമാനസി. അതിനുശേഷം അദ്ദേഹം ബുഡില ആശ്വാതരാശ്വരോട് പറഞ്ഞു: വയാഘ്രപദ്യ, നിങ്ങൾ ആത്മനായി ഉപാസിക്കുന്നത് ആരെയാണ്? ജലത്തെ രാജാവേ. അദ്ദേഹം പറഞ്ഞു: പ്രാപഞ്ചിക ആത്മൻ തീർച്ചയായും ആ ധനമാണ് നീ ആത്മനായി ഉപാസിക്കുന്നത്. അതുകൊണ്ട് നീ ധനവാനും വളരുന്നവനും ആവും. രണ്ടാമത്തത്: അത്സ്യന്നം പശ്യസി പ്രിയം അത്സ്യന്നം പശ്യതി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേ യ ഏതവേം ആത്മാനം വൈശ്വാനരം വാസ്തേ ബസ്തിസ്ത്വേഷ ആത്മന ഇതി ഹോവാച ബസ്തിസ്തേ വിമേത്സ്യദ്യന്മാം നാഗമിഷ്യ ഇതി. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്നു, സന്തോഷിക്കുന്നത് കാണുന്നു. പ്രാപഞ്ചിക ആത്മനെ ഉപാസിക്കുന്ന കുടുംബത്തിൽ പരിശുദ്ധ ജ്ഞാനത്തിന്റെ ഉയർച്ചയുണ്ടാവും. പക്ഷേ ഇത് ആത്മന്റെ സഞ്ചി മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു: നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ സഞ്ചി പൊട്ടുമായിരുന്നു. ആത്മന്റെ സഞ്ചി എന്താണ് ഈ ആത്മൻ? ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതിന്റെ ആ ഡെപ്ത് നമുക്ക് ഇവിടെ മനസ്സിലാവും. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച എന്ന് ഭഗവാൻ പറയുന്നു. അഹം ആണ് ആത്മൻ. അപ്പൊ നമ്മള് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആത്മൻ എന്നാണ് സാധാരണ മനസ്സിലാക്കുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ നമുക്ക് ഭഗവാനായിട്ടൊരു ഡീപ്പായിട്ടുള്ള ഡെപ്തിൽ ഒരു ഐഡന്റിഫിക്കേഷൻ ഫ്യൂഷൻ വരികയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയാം. ആർട്ടിഫിഷ്യലായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ സാധാരണ അഹം എന്നുള്ള ഭാവം അതൊന്നാണ് നമ്മൾ എല്ലാ തോട്ടം വരുന്നത്. അതാണ് ശക്തി നൽകുന്നത്. അത് ഭഗവാനായാലും ക്രിയേഷൻ ആയാലും അഹമാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളാണ് അഹം എന്നുള്ള ഭാവന ശക്തി കൊടുക്കുന്നത്. പൈസയ്ക്ക് ശക്തി കൊടുക്കുന്നത്, വിഗ്രഹങ്ങൾക്ക് ശക്തി കൊടുക്കുന്നത്, കുടുംബത്തിന് ശക്തി കൊടുക്കുന്നത്, സ്ഥാനത്തിന് ശക്തി കൊടുക്കുന്നത്, നമ്മൾ പൂജിക്കുന്ന ദേവി ദേവന്മാർക്ക് ശക്തി കൊടുക്കുന്നത് ഒക്കെ ഞാനാണ്. ഒരു ചെറിയൊരു
വിഗ്രഹം പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫോ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല, അത് ഷോക്കേസിൽ വെക്കാം. അത് ഒരു പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ ഒരു ഭണ്ഡാരം വെക്കുക, പൈസ ഇടാൻ തുടങ്ങുക, അതിൽ മാലയിടാൻ തുടങ്ങുക, രാവിലെ വൈകുന്നേരം അതിനോട് അപേക്ഷിക്കാൻ തുടങ്ങുക. അതോടുകൂടി അത് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന മാതിരി നമുക്ക് തോന്നാൻ തുടങ്ങും. ആരാണ് കൺട്രോൾ കൊടുത്തത്? ഞാനാണ് കൺട്രോൾ. എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ അനുവദിക്കുകയാണ്, പൈസയെ ഞാൻ അനുവദിക്കുകയാണ്. നമ്മുടെ കുടുംബം എന്നെ കൺട്രോൾ ചെയ്യുന്നു. എന്താ കാരണം? നമ്മൾ അതിന് ശക്തി കൊടുത്തിരിക്കുകയാണ്. സ്നേഹം കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൺട്രോൾ നമുക്ക് നന്മയെ നൽകുക. നേരെ മറിച്ച് നമ്മുടെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന കൺട്രോളുകളാണെങ്കിൽ അത് നമുക്ക് വിടാൻ, സ്നേഹത്തോടെ വിടാൻ സാധിക്കും. അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അത് എന്നെ ഉയർത്താൻ സഹായിക്കുന്നു. ഇതുവരെ എത്തി, ഇനി അത് കണ്ടിന്യൂ ചെയ്യട്ടെ, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ, എനിക്കിനി പുറകിലേക്ക് വരാൻ പറ്റില്ല. പൈസ നല്ലതാണ്, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, എൻ്റെ ജീവിതം ഭദ്രമാക്കുന്നു. അത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് സർവോദയ എന്ന് മഹാത്മാഗാന്ധിജി പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇത് നമ്മളെ താഴത്തോട്ട് വലിക്കില്ല. ഇല്ലെങ്കിൽ അത് നമ്മളുടെ മരണത്തിന് കാരണം. അതായിരിക്കും നമ്മുടെ കൺട്രോളർ. അവിടെ ജലത്തെക്കുറിച്ച് പറയുന്നു. ഒരു ഡയമെൻഷനാണ് ജലം എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. വെള്ളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. കുടിക്കുന്നതോ അല്ലെങ്കിൽ നീന്തുന്നതോ അല്ലെങ്കിൽ ആ തരത്തിൽ ജോലിക്കോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഇതാണ് എനിക്കിഷ്ടം. കടല് കാണാൻ പോവുക, കടൽ തീരത്ത് പോയിരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ അതോട് കണക്റ്റഡ് ആണ്. സമാധാനം കിട്ടണമെങ്കിൽ കടല് വേണം, അല്ലെങ്കിൽ വെള്ളം വേണം, മദ്യം വേണം. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ആരാ കൺട്രോൾ എടുത്തത്? ഞാനാ കൺട്രോൾ എടുത്തത്. ഒരു സീരിയലുണ്ട്, തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന സീരിയലുണ്ട്. അർജുനനും കമലഹാസനും. എന്തൊരു ആഘോഷം വന്നാലും അപ്പോൾ നമുക്കൊന്ന് കൂടാം. ഈ കൂടാന്നുള്ള വാക്ക് എന്താണ്? മദ്യം. അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ യാത്രയ്ക്ക് ബ്ലോക്ക് ആവും. ഇതാണ് നീ തകർന്നു പോകും എന്ന് പറഞ്ഞു. എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക, അതായത് ഗുരുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഡയമെൻഷനിൽ ഷിഫ്റ്റ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഗുരുവിനെ കാണുന്നു, ഗുരുവിനെ എമുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ലക്ഷ്യം അതായി മാറുന്നു. ഇത് നമുക്ക് തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ എൻ്റെ ലക്ഷ്യം അതല്ല, അതെന്നെ പിടിച്ചു നിർത്തുന്നില്ല. ഒരു യാത്ര നടത്തുമ്പോൾ ലക്ഷ്യമാണ് ശ്രദ്ധിക്കേണ്ടത്, വഴിയിലുള്ള സീനറി അല്ല. സീനറിയിൽ കുടുങ്ങി ഇത് മതി, ഇനി മുന്നോട്ട് പോകണ്ടെന്നാണ് അവിടെ നിൽക്കുന്നു. കൊളംബസ് ഇന്ത്യ കണ്ടെത്താനായിട്ടാണ് യാത്ര തുടങ്ങിയത്. അവസാനം ഒരു ഭൂഖണ്ഡം കണ്ടോ, ഇത് ഇന്ത്യ എന്ന് വെച്ചിട്ട് അവിടെ കൂടി. അത് അമേരിക്കയാണ്. ഒരിക്കലും ഇന്ത്യയിലേക്ക് എത്തിയില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അത് ഇന്ത്യയാണ് അദ്ദേഹം അങ്ങോട്ട് ചിന്തിച്ചു. ഇതുപോലെ നമ്മൾ യാത്രയ്ക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് നമ്മൾ എത്തുന്നു, നമ്മൾ സങ്കല്പിച്ച സ്ഥലം ഇതാണെന്ന് കരുതുക, അവിടെ നിൽക്കുക. നമ്മുടെ സ്പിരിച്വൽ യാത്രയിൽ ഇത് വേണം. നമ്മൾ ചില ദേവീദേവന്മാരെ ആരാധിക്കുന്നു, യാത്രയുടെ ഇടയിൽ നമ്മൾ ആ ദേവീദേവന്മാരെ കാണുന്നു, സങ്കല്പമാണ്, മനസ്സ് അതിന് അറ്റാച്ചാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചു വരും. അത് അപ്പോൾ ലക്ഷ്യം മറക്കുന്നു, അതിന്റെ പുറകെ പോകും, അതോടൊരു പാത വിട്ടുപോകും. ഇങ്ങനെയാണ് സ്പിരിച്വൽ പാതകൾ മറക്കുന്നത്. ഇതിന്ന് മോചനം കിട്ടുന്നെങ്കിൽ നമുക്ക് ലിവിങ് മാസ്റ്ററിലും അറ്റാച്ച്ഡ് ആവരുത്, ആ രൂപത്തിൽ അറ്റാച്ച്ഡ് ആവരുത്. ദാജി എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ അറ്റാച്ച്ഡ് ആവേണ്ടത് ആ എസെൻസിലാണ്. എൻ്റെ ഉള്ളിലുള്ള മാസ്റ്ററി ഡെവലപ്പ്. ഞാൻ എപ്പോഴും ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം. ഞാൻ വിശാല മനസ്കരാവുന്നുണ്ടോ, സെൽഫ്ലെസ് ആവുന്നുണ്ടോ, എവിടെയെങ്കിലും ഞാൻ ബ്ലോക്ക് ആവുന്നുണ്ടോ, ഞാൻ കൂടുതൽ ആനന്ദത്തിലാണോ പോകുന്നത്, അതോ ഞാൻ ഇവിടെയാണോ ഹാപ്പിനെസ്സിനും പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? എൻ്റെ ആനന്ദം ഞാൻ ഉള്ളിൽ കണ്ടെത്തുന്നില്ല. പുറമെ എന്ത് അനുഭവമായാലും കുഴപ്പമില്ല, അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു വർഷം ചീത്ത പറഞ്ഞാൽ അതോടുകൂടി ഞാൻ ഈ പരിപാടിക്കില്ല. കാര്യം ശരിയായിരിക്കും, നടക്കാൻ പോകുന്നു, ലക്ഷ്യം നന്നായിരിക്കും, പക്ഷെ ഞാൻ ഇതില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ. അത് മാറിയിട്ട് ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം നോക്കിയാൽ അറിയാം. സ്വാതന്ത്ര്യ സമരത്തില് 1934 അദ്ദേഹം ഓർഗനൈസേഷനായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു എന്നാണ്. അത് അദ്ദേഹം കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൽ തിരിഞ്ഞു, വാർധയില് ആശ്രമത്തിലേക്ക് നീങ്ങി. അദ്ദേഹത്തിന് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സമയം ചെലവാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ സമ്മതിച്ചില്ല. ആൾക്കാർ പിന്നെയും കൂടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരിക്കും സ്പിരിച്വൽ യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയത് ഈ തരത്തിലുള്ള പുറമേ ഉള്ള പ്രശംസകളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും അതിന് ചലനം ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് മഹാത്മാഗാന്ധിയിൽ കാണുന്ന യോഗ്യത. എപ്പോഴും ശ്രദ്ധയുണ്ട്, അറ്റൻറ്റീവ് ആയിരുന്നു, ആ യാത്രയിൽ അറ്റൻറ്റീവ് ആയിരുന്നു. എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാവണം, ഒന്നും എന്നെ പിടിച്ച് താഴേക്ക് കളിക്കരുത്. അതാണ് ഇവിടെ ഛാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നത്. ആ ലക്ഷ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതും നമ്മൾ നേടുന്നതും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയിട്ട്
അത് സ്നേഹത്തോടെ അത് യൂട്ടിലൈസ് ചെയ്യാം. യാത്രയിൽ പിന്നെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ സ്പിരിച്വലി പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. പൈസ ആവശ്യമുണ്ട്, ചില നമ്മൾ ചെയ്യുന്ന ജോലി ആവശ്യമുണ്ട്. പക്ഷെ അത് ലക്ഷ്യത്തിനായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുക. അത് കഴിഞ്ഞാലും ആ എക്സ്പ്രസ് ചെയ്യുന്ന കഴിവ് അവിടെ തന്നെ നിൽക്കുന്നു. എഞ്ചിനീയർ ആയാലോ മിനിസ്റ്റർ ആയാലോ MLA ആയാലോ ആരായാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. സ്ഥാനം പോയാലും ആ എക്സ്പ്രഷൻ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം പോയാലും അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. ആ ഒരു കഴിവ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കലാകാരൻ ആദ്യം ഹാർമോണിയം വേണം, ശ്രുതി മീട്ടാൻ, പിന്നെ താളം പിടിക്കണം, എന്നാലേ പാട്ട് പാടാൻ പറ്റൂ. ശരിക്കും അക്കംപ്ലിഷ്ഡ് ആയുള്ള ഗായകന് ചിലപ്പോൾ ശ്രുതി വേണ്ട, താളം പിടിക്കേണ്ട, നാച്ചുറൽ ആയിട്ട് വരുന്നു. ഇതുപോലെയായിരിക്കും നമ്മുടെ ലൈഫ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഫ്ലോ, സ്നേഹത്തിന്റെ ആനന്ദത്തിന്റെ ഫ്ലോ ആയി തീരാനാണ് നമ്മൾ ശരിക്കും ലക്ഷ്യം വെക്കേണ്ടത്. അതായിരിക്കും നമ്മൾ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അഹം അവിടേക്കായിരിക്കാണ്. അഹം ക്രമേണ 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 ഉയർന്നിട്ട് പരംധാമമായിട്ടുള്ള ആ മാസ്റ്റർ ആ തലത്തിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. എപ്പോഴും അതിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എത്തി എന്ന് പറയാൻ ഒരു സ്ഥലവും ഉണ്ടാവില്ല. എത്തിക്കഴിഞ്ഞു, തുടങ്ങുമ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു അത്ഭുതകരമായിട്ട് അനുഭവമാണ് ആർട്ട്നെസ് നൽകുന്നത്. വി സ്റ്റാർട്ട് വിത്ത് മെർജർ, വി സ്റ്റാർട്ട് വിത്ത് സമാധി എന്ന് മാസ്റ്റേഴ്സ് പറയുന്നതും അതുകൊണ്ടാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.